إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ പകർത്തി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോഴും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ച ഒരു ആദർശവും ആ ആദർശമനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവുമുണ്ട്. അത് അനുഷ്ഠിക്കുക വഴി ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഇതാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിൻ്റെ ഗ്രന്ഥം, അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിച്ച് പകർത്തി അത് പാരായണം ചെയ്ത് നമസ്കരിക്കുകയും അള്ളാഹു നൽകിയ സമ്പത്ത് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അവർ അതിലൂടെ പ്രതീക്ഷിക്കുന്നത് എന്ന്. മറ്റൊരു വചനത്തിൽ വമാദാ അലൈഹിം ലൗ ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാഹ് വകാനല്ലാഹു ബിഹിം അലീമ. അവർക്കെന്ത് നഷ്ടമാണുള്ളത്? അവരല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച് അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്താൽ എന്തു നഷ്ടമാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ഒരു ലാഭക്കച്ചവടമാണ് എന്നർത്ഥം. പലപ്പോഴും ദീനീ ജീവിതം നയിക്കുമ്പോൾ അത് നഷ്ടമാണ്, അത് ഐഹിക ജീവിതത്തെ സാരമായി ബാധിക്കും എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരുമുണ്ട്. അതിന് കാരണം അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചുമുള്ള അജ്ഞത മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ആദർശ ജീവിതം വഴി വിവരണാതീതമായ നേട്ടങ്ങളാണ് ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ
വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വാസിയായ നിലയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് നല്ല ഒരു ജീവിതം ഈ ഭൗതിക ലോകത്ത് നാം നൽകും. അവർ പ്രവർത്തിച്ച കർമ്മങ്ങൾക്ക് സമ്പൂർണമായ പ്രതിഫലം പരലോകത്തും നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. ഈ ആയത്തിൻ്റെ ഷറഹിൽ അള്ളാഹു ഭൗതിക ലോകത്ത് നൽകുന്ന നല്ല ജീവിതം എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചു തന്നത്, ഒന്ന് മനസ്സമാധാനത്തോടെയുള്ള ജീവിതം അൽ ഖനാഅ, മറ്റൊന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഹലാലായ സമ്പാദ്യം അതവന് ലഭിക്കും. അൽ ഐഷു ഫി ത്വാഅ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കാൻ, തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും തൻ്റെ ബന്ധങ്ങളിലും രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. പരലോകത്ത് മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖത്തറ അലാ ഖൽബി അഹദ്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യബുദ്ധിയിൽ പോലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് സങ്കല്പിച്ച് പറയാൻ സാധ്യമല്ലാത്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ പരലോകത്തുമുണ്ട് എന്ന് വിശദീകരിച്ചത് കാണാം. ഈ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ദീനീ ജീവിതത്തിൽ നിന്ന് നാം അകലാൻ കാരണം അതൊരു നഷ്ടക്കച്ചവടമാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നത് പിശാച് മാത്രമാണ്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, പിശാചാണ് നിങ്ങളോട് ദാരിദ്ര്യം കൽപ്പിക്കുന്നത്. കൊടുത്താൽ തീരും, കൊടുത്താൽ നഷ്ടമാണ്, അത് വേണ്ട, ഇങ്ങനെ മതി എന്നവനാണ് പ്രേരിപ്പിക്കുന്നത്. തോന്നിവാസം മാത്രമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളല, അള്ളാഹു വാഗ്ദാനം ചെയ്തത് അവനിൽ നിന്നുള്ള മഗ്ഫിറത്താണ്, എല്ലാ ഔദാര്യവുമാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ദീനിൽ സ്ഥിരപ്പെട്ട എത്ര ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നമ്മോട് എങ്ങനെയാണ് നിർവഹിക്കാൻ കൽപ്പിച്ചത്? ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ കൽപ്പിച്ചു. പ്രവാചക ചര്യകളെ പിന്തുടർന്നു തന്നെ നിർവഹിക്കാൻ കൽപ്പിച്ചു. അതിൽ ലോകമാന്യം പാടില്ല, അതിൽ ബിദ്അത്ത് വരാൻ പാടില്ല, ശിർക്ക് വരാൻ പാടില്ല. ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട പോലെ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു ചെറിയ കാര്യം നാം നിർവഹിച്ചാലും അതുകൊണ്ടുള്ള നേട്ടം നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ദീനീ കാര്യങ്ങളെ ഇങ്ങനെ നാം തിരിച്ചറിയുകയും വേണം. നോക്കൂ നിങ്ങൾ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിലെ 56-ാം വചനം. ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് നിർവഹിക്കുന്നു. അള്ളാഹു കരുണ ചൊരിയുന്നു. ആ കരുണ ലഭിക്കാൻ മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ വിളിച്ച് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങളിലും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാവണം. ഈ ആയത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളാഹിയോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉക്തിറു സ്വലാത്ത അലൈക്. റസൂലേ, അങ്ങയുടെ മേൽ അങ്ങേക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, സ്വലാത്ത് അധികരിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എൻ്റെ പ്രാർത്ഥനകളിലും എൻ്റെ ദിക്റുകളിലും എത്രയാണ്
നിങ്ങളുടെ മേൽ ഞാൻ സ്വലാത്ത് നിർവഹിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്ന അത്രയും. അപ്പോൾ ഉബയ്യ് ചോദിക്കുകയാണ്, അർറുബുഅ, ഞാൻ നിർവഹിക്കുന്ന നിത്യേനയുള്ള എൻ്റെ പ്രാർത്ഥനാ ദിക്റുകളിൽ 4/1 ഭാഗം മതിയോ എന്ന്. അപ്പോഴും റസൂലുള്ള പറഞ്ഞു, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര. ഫഇൻ സിദ്ത ഖൈറുൽ ലക്, നീ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗുണം നിനക്ക് തന്നെയാണ്. വീണ്ടും ഉബയ്യ് ചോദിക്കുകയാണ്, അൻ നിസ്ഫ, എൻ്റെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും അതിൻ്റെ പകുതി സമയം ഞാൻ നിങ്ങളുടെ മേലുള്ള സ്വലാത്ത് നിർവഹിക്കട്ടെ? റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര ചെയ്തോ. ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, നീ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ എല്ലാ ഗുണവും നിനക്ക് തന്നെയാണ്. അവസാനം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, എൻ്റെ പ്രാർത്ഥനാ ദിക്റുകളുടെ സമയം അങ്ങയുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ്, പരമാവധി വർദ്ധിപ്പിക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തു ഉബയ്യിനോട്, ഇദൻ തുക്ഫ ഹമ്മക് വയുഗ്ഫറു ലക മിൻ ദംബിക്, അതുകൊണ്ട് നിന്റെ മനോവിഷമങ്ങൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടും, നിന്റെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ടപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു അത് മുഖേന നേടിയ നേട്ടങ്ങൾ എന്താണ്? ഞാനിതാ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു, റസൂലുള്ളാഹിന്റെ നേട്ടം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹിയുടെ മേലുള്ള സ്വലാത്തിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു വിശ്വാസിയുടെ ദിക്റുകളിലും പ്രാർത്ഥനകളിലും അവൻ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത്. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം പറഞ്ഞപ്പോൾ അക്സിറു അലയ്യ മിനസ്വലാ, മറ്റു ദിവസങ്ങളെക്കാൾ വെള്ളിയാഴ്ചയായാൽ നിങ്ങൾ എൻ്റെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും നമ്മോട് വിട പറഞ്ഞു പോകുന്നു. ആ വെള്ളിയാഴ്ചകളൊന്നും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഈ ഒരു ബാധ്യത നാം നിർവഹിക്കുന്നുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതോടൊപ്പം ഇന്ന് സമൂഹത്തിലുള്ളത് ബിദ്അത്തായ സ്വലാത്തുകളാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത, സ്വഹാബത്ത് നിർവഹിക്കാത്ത സ്വലാത്തുകൾ, അതിനുവേണ്ടി പണവും സമയവും അതിനുവേണ്ടി യാത്രകൾ വരെ ചെയ്യുന്നു മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ. ഇന്നലെയും ഒരാളെ ചൂണ്ടിപ്പറഞ്ഞത് അദ്ദേഹം നിത്യവും എല്ലാ വ്യാഴാഴ്ചയും മമ്പറം സ്വലാത്തിന് പോകുന്ന ആളാണെന്നാണ്. ഈ മമ്പറം സ്വലാത്തും ദീനുൽ ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ തന്നെ ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ്. ജാറങ്ങളിൽ ചെന്ന് സ്വലാത്ത് നിർവഹിക്കുക, ശിർക്ക് നടക്കുന്നു, ബിദ്അത്ത് നടക്കുന്നു, കുഫ്ർ നടക്കുന്നു. ഇങ്ങനെ ഇല്ലാ സ്വലാത്തിന് വേണ്ടി ഇല്ലാ പോരിശയുണ്ടാക്കി ഇല്ലാത്ത സ്വലാത്ത് ചൊല്ലുന്ന സമൂഹമായി ഇന്ന് മുസ്ലിം സമൂഹം മാറുന്നുണ്ട്. മാത്രവുമല്ല, സ്വലാത്ത് എന്നത് റസൂലുള്ളാഹിക്ക് വേണ്ടി നാം അള്ളാഹിനോട് നിർവഹിക്കുന്ന ഒരു ദുആയാണ്. അതെങ്ങനെ തുടങ്ങുന്നത്? അല്ലാഹുമ്മ എന്നാണ്. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചൊരിയണേ. വ അലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നീ അനുഗ്രഹം ചൊരിയണേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞ പോലെ. അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഇന്ന് സ്വലാത്തിൻ്റെ പേരിൽ റസൂലുള്ളയോട് തേടുന്ന സ്വലാത്തുകളാണ് നാട്ടിൽ കടന്നുകൂടിയ സ്വലാത്തുകളെന്ന് നാം തിരിച്ചറിയണം. നന്മകൾ തിന്മകളും നബിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വലാത്ത് നിർവഹിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹ് റസൂലുള്ളാഹിനോട് പോലും ഖുർആനിലൂടെ പ്രഖ്യാപിച്ചത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലുള്ളാഹിനോട് പറയാണ്, ഖുൽ, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഒരാളോടും ഞാൻ പങ്കു ചേർക്കുന്നതല്ല. പിന്നെ പറയാണ്, ഖുൽ, അവരോട് പറഞ്ഞു കൊടുക്ക്, ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉപദ്രവമോ ഒരു നന്മയോ നിങ്ങൾക്ക് വരുത്താൻ അതിനുള്ള കഴിവ് ഞാൻ സ്വായത്തമാക്കിയിട്ടില്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, വീണ്ടും പറഞ്ഞു കൊടുക്ക്, അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരാളുമില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിനെ കൂടാതെ എനിക്ക് അഭയപ്പെടാൻ ഒരു അഭയസ്ഥാനവുമില്ല.
എന്നിട്ട് പറഞ്ഞു ഇല്ല ബലാഗം മിനല്ലാഹി വരിസാലാത്തി, എൻ്റെ ബാധ്യത നിങ്ങളെ അപകടങ്ങൾ തടുക്കലോ നിങ്ങൾക്ക് രക്ഷാശിക്ഷകൾ നൽകലോ നിങ്ങൾക്ക് സംഭവിക്കുന്ന ദുരിതം മാറ്റലോ ഒന്നുമല്ല. എൻ്റെ ബാധ്യത അള്ളാഹ് ഏൽപ്പിച്ച റിസാലത്തുണ്ട്, അവൻ ഏൽപ്പിച്ച ദൗത്യമുണ്ട്, അത് നിങ്ങൾക്ക് എത്തിച്ചു തരൽ മാത്രമാണ്. ഇത് സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ നമുക്ക് എല്ലാ നേട്ടങ്ങളും നൽകുന്നത് ആരാ? അത് അള്ളാഹു മാത്രമാണ്. ഇനി ആ നേട്ടങ്ങളും നമ്മൾ അറിയണം. നമ്മൾ കേവലം ഒരു സ്വലാത്ത് നിർവഹിക്കുക മാത്രമല്ല, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ നമ്മൾ അറിയണം. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, എൻ്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹ് 10 അനുഗ്രഹം അവന് ചൊരിയുന്നതാണ്. ഒരു സ്വലാത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് 10 അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കാൻ അത് കാരണമാകും. ആ 10 അനുഗ്രഹങ്ങളിൽ 2 നേരത്തെ ഉബയ്യ് ഇബ്നു കഅബിനോട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്. ഇദൻ തുക്ഫ ഹമ്മക്, നിന്റെ മനോവിഷമങ്ങളെല്ലാം നീ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പരിഹരിക്കും, അള്ളാഹ് പരിഹരിച്ചു തരും. വയുഗ്ഫറു ലക ദംബക, നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. പിന്നെന്താണ് കിട്ടുക? തജ്ലിബുർ റഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യങ്ങളൊക്കെ കൊണ്ടുവരാൻ അത് കാരണമാകും. തർഫഉ ദറജാത്ത്, പദവികൾ അള്ളാഹു ഉയർത്താൻ അത് കാരണമാകും. അതുപോലെ സനാഉഹു ഫിൽ മലഇൽ അഅല, ഈ സ്വലാത്ത് നിർവഹിക്കുന്ന സത്യവിശ്വാസിയെ അള്ളാഹ് അവൻ്റെ അരികിലുള്ള എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയാത്ത മലക്കുകളുണ്ട്, ആ മലക്കുകളോട് സ്തുതിച്ചു പറയും. നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് നാം നിർവഹിക്കുന്ന സ്വലാത്ത്. ഒരു ഹദീസിൽ കാണും, കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ യുസല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു പ്രാർത്ഥനയും അത് തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു, അത് ആകാശലോകത്തേക്ക് റബ്ബിലേക്ക് ഉയരാതെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ തുസല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിന്റെ റസൂലുള്ളാന്റെ മേൽ സ്വലാത്ത് നിർവഹിച്ചാണോ ആ പ്രാർത്ഥന നിർവഹിക്കുന്നത്, അപ്പോഴേ ആ പ്രാർത്ഥന നിന്നിൽ നിന്ന് ഉയർത്തപ്പെടുകയുള്ളൂ എന്നാണ്. ഇതുപോലെ മറ്റൊരു പ്രത്യേകതയാണ്, ബാങ്ക് കേട്ട ശേഷം പൂർണ്ണമായി നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് പൂർണ്ണമായി ചൊല്ലിയാൽ, എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന പ്രാർത്ഥന നിർവഹിച്ചാൽ ഹല്ലതു ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എൻ്റെ ശഫാഅത്ത് പരലോകത്ത് അത്തരക്കാർക്ക് ലഭിക്കുമെന്നത് മാത്രവുമല്ല, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാ, എന്നോട് ഈ മനുഷ്യകുലത്തിൽ നിന്ന് എന്നോട് പരലോകത്ത് ഏറ്റവും അടുപ്പമുള്ളവർ, റസൂലുള്ളാഹിന്റെ സാമീപ്യം പരലോകത്ത് ലഭിക്കുക എന്നത് വലിയ ഫളലാണ്, വലിയ ദറജയാണ്. ആ റസൂലുള്ളാഹിയുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുക അക്തറുഹും അലയ്യ സ്വലാ, എൻ്റെ മേൽ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. ഇതൊന്നും നാട്ടിൽ നടക്കുന്ന കൂട്ടസ്വലാത്തല്ല, ഖബറിൻ്റെ അടുത്ത് ചെന്നുന്ന കൂട്ടസ്വലാത്തല്ല, ഏതെങ്കിലും ഒരാൾ നേതൃത്വം നടക്കുന്ന കൂട്ടസ്വലാത്തല്ല. ഞാനും നിങ്ങളും വൈയക്തികമായ ജീവിതത്തിൽ, രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരു ദിക്റെന്ന പോലെ വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് സ്വലാത്ത് എന്ന് തിരിച്ചറിയുക. അതിൻ്റെ നേട്ടം ഇഹലോകത്ത് ലഭിക്കും, പരലോകത്ത് ലഭിക്കും എന്ന് മനസ്സിലാക്കുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്ക് റസൂലുള്ളാഹി നൽകിയ ഒരു ഉപദേശം ഹദീസുകളിൽ കാണും. അബൂ മൂസൽ അശ്അരിയോട് റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമതൻ ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന, താങ്കൾക്ക് ഞാൻ ഒരു പദം, ഒരു വാക്ക് പഠിപ്പിച്ചു തരട്ടെയോ, അത് സ്വർഗത്തിലെ നിധികളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, ഈ ദിക്ർ നീ ജീവിതത്തിൽ ഉരുവിടുക, വർദ്ധിപ്പിക്കുക. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്നതാണ് ആ ദിക്ർ. ആ ദിക്ർ, അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഉരുവിടുമ്പോൾ നമുക്കൊന്നും ഒരു കഴിവുമില്ല, ഒരു പവറുമില്ല, ഒരു ശക്തിയുമില്ല, അഹങ്കരിക്കാൻ ഒരു വകയുമില്ല എന്ന് ബോധ്യമാകും. നമ്മളൊരു യാത്ര തുടർന്നാൽ ആ യാത്രാ വാഹനം നിർവഹിക്കുന്നത് നമ്മളല്ല, ആ വാഹനം നിയന്ത്രിക്കുന്ന ഡ്രൈവറുമല്ല.
ആ യാത്ര തുടർന്ന് അത് ലക്ഷ്യത്തിലെത്തുമോ എന്ന് നമുക്കറിയില്ല. ഇന്ന് പ്രത്യേകിച്ചും ആകാശ ദുരന്തങ്ങളും ജലദുരന്തങ്ങളും വർദ്ധിച്ച് അത് കണ്ട് ഞെട്ടുകയാണ് നമ്മൾ അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി ആ വാർത്തകൾ കാണുകയോ വായിക്കുകയോ ചെയ്യാണ്. ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധമാണ് പരീക്ഷണങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അഹങ്കരിക്കാൻ നമുക്കൊരു വകയുമില്ല, നമുക്കൊരു ശക്തിയും കഴിവുമില്ല എന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ നാം നമ്മുടെ മരണത്തെ ഓർക്കുക, ആ മരണചിന്ത വർദ്ധിപ്പിക്കുക. എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുഅ്മിനായി മുവഹിദായി മരിക്കാൻ സാധിക്കണം, എന്നിട്ട് സ്വർഗം ലഭിക്കണം എന്നു തന്നെ ചിന്തിക്കാനും ആ വഴിക്ക് നാം നീങ്ങുകയും വേണം. അതുമാത്രമാണ് പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് നേടാനുള്ള അറിവ്. വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തു പോരുമ്പോഴും ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാതെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കാല് പുറത്തേക്ക് വെക്കരുത്. കാരണം നമ്മൾ കുളിച്ചൊരുങ്ങി നന്നായി വീട്ടിൽ നിന്നിറങ്ങി ഒരു പക്ഷേ നമ്മുടെ മയ്യത്തായിരിക്കും വീട്ടിലേക്ക് പിന്നെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത്. ഇത്രമാത്രം നിസ്സഹായരാണ് ഞാനും നിങ്ങളും എന്നോർക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തി, അവൻ്റെ കഴിവ്, അവനെക്കുറിച്ചുള്ള അറിവ് ജീവിതത്തിൽ കൂടുതൽ നേടി ഒരു വിനയാന്വിതനായ അടിമയായി സത്യവിശ്വാസിയായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുരന്തങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കടുത്ത പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء يا ارحم الراحمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.